അവൻ എന്നെ ഹെൽമെറ്റിന് ആദ്യം അടിക്കുകയാണ്. പിന്നീട് അവൻ്റെ ഭാര്യ 3 വെട്ട ഹെൽമെറ്റിന് അടിച്ചു. എസ്ഐയുടെ മുന്നിൽ വെച്ച് പോലും അസഭ്യം പറയുകയായിരുന്നു എന്നെ. അദ്ദേഹത്തിന് എന്തോ രാഷ്ട്രീയ പിടിപാടുണ്ട്, അവിടെ വെച്ച് കാണിക്കുക, എന്നെ അങ്ങോട്ടൊക്കെ ഒരുപാടൊക്കെ ചെയ്ത് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതിൽ ആ ഭാര്യയും ഭർത്താവും അടിച്ചിട്ടുണ്ട്. സ്കൂട്ടർ യാത്രികരായ യുവതിയും യുവാവും ചേർന്ന് ബസ് ഡ്രൈവറെ ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചതായി പരാതി. അലക്ഷ്യമായി സ്കൂട്ടർ ഓടിച്ച് ബസ്സിന് മുന്നിലേക്ക് എത്തിയ യുവതിയും യുവാവും തന്നെ ബസ് പിന്നീട് തടഞ്ഞു നിർത്തുകയും ബസ് ഡ്രൈവറെ അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിന്റെ തുടക്കം മുതലുള്ള ദൃശ്യങ്ങൾ ഈ ബസ്സിലെ CCTV ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുമുണ്ട്. പത്തനംതിട്ട ഹരിപ്പാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കടുകോയിക്കൽ എന്ന ബസ്സിലെ ഡ്രൈവർ ബേബിക്കാണ് മർദ്ദനമേറ്റത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ കരിയിലക്കുളങ്ങര പോലീസ് ഈ സ്കൂട്ടർ യാത്രികരായിട്ടുള്ള യുവതിയെയും യുവാവിനെയും പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധങ്ങളുണ്ട്, നിന്നെ തുടർച്ചയായി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ സ്വകാര്യ ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഈ മർദ്ദനമേറ്റ ബസ് ഡ്രൈവർ ബേബി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഒരു 2:15 2:20 ഇടയ്ക്ക്. എന്താ സംഭവിച്ചത്? ഞാൻ ഹരിപ്പാട് റൂട്ടിലേക്ക് പോകുമായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ഹരിപ്പാട് റൂട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം മുട്ടം മൈത്രി ജംഗ്ഷൻ എന്ന് പറയും, അവിടുന്ന് ബൈറൂട്ടിൽ നിന്ന് ഒരു സ്കൂട്ടറും ഭാര്യയും ഭർത്താവും ഇറങ്ങി വന്നു. അവർ ബൈറൂട്ടിൽ നിന്ന് അലക്ഷ്യമായിട്ട് സ്കൂട്ടർ ഓടിച്ച് മെയിൻ റോഡിലോട്ട് ഇറങ്ങി. അപ്പം ഞാൻ മെയിൻ റോഡിൽ കൂടെ പോകുമായിരുന്നു. പെട്ടെന്ന് വരുന്ന വണ്ടി കണ്ടുകൊണ്ട് ഞാൻ വലത്തോട്ട് വെട്ടിച്ച് ഞാൻ നേരെ അങ്ങ് പോയി. താങ്കൾ അവിടെ വാഹനം ബസ് നിർത്തുകയോ അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല? വാഹനം നിർത്തിയതുമില്ല, അവരോട് സംസാരിച്ചുമില്ല. ഇവരെൻ്റെ പുറകിന് വന്ന് അടുത്ത സ്റ്റോപ്പിൽ ആളിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് എന്നെ ഹിന്ദിയിലും മലയാളത്തിലും തെറി വിളിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതെ പോയി. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ചെന്നപ്പോൾ വീണ്ടും ഇതുപോലെ വീണ്ടും വല സൈഡിൽ കൂടെ വന്ന് വീണ്ടും തെറി വിളിച്ചു. അതും പോയി കഴിഞ്ഞ് പിന്നെ അടുത്ത ജംഗ്ഷൻ മുട്ടം കോളം ജംഗ്ഷനിൽ എത്തിയപ്പം ബൈക്ക് കൊണ്ട് വട്ടം വെച്ചിട്ട് തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി സംസാരിച്ചിട്ട് പോകാമല്ലോ, സർവീസ് മുടക്കണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി അവൻ എന്നെ ഹെൽമെറ്റിന് ആദ്യം അടിക്കുകയാണ്. പിന്നീട് അവൻ്റെ ഭാര്യ 3 വെട്ട ഹെൽമെറ്റിന് അടിച്ചു. താങ്കൾക്ക് പരിക്കുണ്ടല്ലേ? ഉണ്ട്, മുഖത്ത് പരിക്കുണ്ട്. ഇത് ആശുപത്രിയിൽ പോയി മെഡിക്കൽ എടുത്തു. ഡോക്ടർ ഇത് വന്ന് പോലീസുകാർ വന്ന് മൊഴിയെടുത്ത് കേസെടുത്തിട്ടുണ്ട്. താങ്കളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായില്ല? ഞാൻ സംസാരിച്ചിട്ടുമില്ല അവരോട്. ഞാൻ ആ വീഡിയോയിൽ തന്നെ എല്ലാവരും കണ്ടാൽ മനസ്സിലാകും. ഞാൻ വണ്ടി നിർത്തിയിട്ടുമില്ല. ഓട്ടോയ്ക്ക് കയറി വന്ന് വലച്ചായിട്ട് എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് വന്ന് തെറി വിളിക്കുകയായിരുന്നു. ഞാൻ മെഡിക്കൽ എടുത്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവരും അവിടെ വന്ന് ഞാൻ SIയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ രണ്ടുപേരും ഹിന്ദിയിലും മലയാളത്തിലും SIയുടെ മുന്നിൽ വെച്ച് പോലും അസഭ്യം പറയുകയായിരുന്നു എന്നെ. ശരിക്കും രണ്ടുപേരും പറഞ്ഞു. ഞാനൊരു പോലീസ് ഓഫീസറുടെ മുന്നിലല്ലേ നിൽക്കുന്നത്, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുന്നു പറയുമ്പം അദ്ദേഹത്തിന് എന്തോ രാഷ്ട്രീയ പിടിപാടുണ്ട്, അവിടെ വെച്ച് കാണിക്കുക, എന്നെ അങ്ങോട്ടൊക്കെ ഒരുപാടൊക്കെ ചെയ്ത് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കിടന്ന അയാൾ ബഹളമായിരുന്നു. അയാൾ ഏതാണ്ട് ചെങ്ങന്നൂർ രാഷ്ട്രീയ നേതാവിൻ്റെ ആളാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഒരുപാട് സമയം അയാൾ കിടന്നുകൊണ്ട് അയാളോട് ചോദിക്കുന്നതിന് മറുപടിയൊന്നുമല്ല അയാൾ പറഞ്ഞത്. അയാൾ വളരെ നമ്മളെ എന്തോ ആണ്ട് ആരാണ്ടെ കൊണ്ടൊക്കെ ഏതാണ്ട് ചെയ്യിച്ച് നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട്, SP ആയിട്ട് ഇടപാടുണ്ട്, മറ്റേ മന്ത്രിമാർ ആരണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് പേരെ അവിടെ ഇരുന്നുകൊണ്ട് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ്സിലെ ഗുണ്ടകളാണ് അവർ വന്ന്. അവിടെ നിന്ന് ഞാനും എൻ്റെ കണ്ടക്ടറും മാത്രമേ ഉള്ളൂ സ്പോട്ടിൽ, ഞങ്ങൾ ബസ്സിൻ്റെ ആൾക്കാരായിട്ട്. ബാക്കി അവിടെ നിന്ന് ഓട്ടോക്കാരും അവിടുത്തെ കച്ചവടക്കാരുമായി സംഭവം അറിഞ്ഞുകൊണ്ട് ഓടിക്കൂടി വന്നത്, അല്ല വേറെ നമ്മുടെ കൂടെ ആരും ഇല്ലായിരുന്നു. നിങ്ങളുടെ ഈ CCTV വിഷ്വലിൽ ബസ്സിലെ യാത്രക്കാരാണെന്ന് തോന്നുന്നു. ഒരു പറയുന്നത് കേൾക്കാം, ബസ് ഡ്രൈവറുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവരാണ് പ്രശ്നക്കാരെന്ന് പറയുന്നത് കേൾക്കാം. യാത്രക്കാർ എൻ്റെ കൂടെ മലയാളപ്പുഴ അമ്പലത്തിൽ നിന്ന് കയറിയ യാത്രക്കാർ, ഹരിപ്പാട് ഇറങ്ങേണ്ട യാത്രക്കാർ, അവർ ആ ഫ്രണ്ട് ഇരുന്നത് അവരാണ്. അവർ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയത്. ഞാനായിട്ട് കള്ളം പറയുമൊന്നുമല്ല, അവർ വ്യക്തമായിട്ട് കണ്ടിട്ട് തന്നെ അവർ പറയുന്ന ആ വീഡിയോയിൽ. പോലീസ് സ്റ്റേഷനിലും കിടന്ന് ബഹളമായിരുന്നു. SIയുടെ മുന്നിൽ ഞാൻ ആ കരിയിലക്കുളങ്ങര സ്റ്റേഷനിൽ SI ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും എന്നെ തടസ്സപ്പെടുത്തിയിട്ട് ഭാര്യയും ഭർത്താവൂടെ ചൂടായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ബസ്സിൻ്റെ ട്രിപ്പ് മുടങ്ങിപ്പോയി. ട്രിപ്പ് തിരിച്ച് അങ്ങോട്ട് ഹരിപ്പാട്ടേക്ക് പോകാനും പറ്റിയില്ല, തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വരാനും പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 2 ട്രിപ്പ് മുടങ്ങിപ്പോയി. ചികിത്സ ആശുപത്രിയിൽ പോയി. ഇപ്പോൾ ഡോക്ടറെ കണ്ടു, മെഡിക്കൽ എടുത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. താങ്കൾക്ക് പരിക്ക് എന്താണുള്ളത്? എൻ്റെ മുഖത്ത് ഹെൽമെറ്റിന് അടിച്ചതാണ്. ഹെൽമെറ്റിന് അടിച്ചിട്ട് മുഖത്തടിച്ച് ഇപ്പോൾ ഇന്നലെ രാത്രി വരെയുണ്ട്. രാത്രി ഡോക്ടറോട് ചോദിച്ചിട്ടാണ് പോരുന്നത്. അപ്പം ഇന്ന് ഓടാൻ ഡ്രൈവറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം യാത്രക്കാരുള്ള വണ്ടിയായത്. മുടക്കി കഴിഞ്ഞാൽ ഇത് ആവുന്നുണ്ട്. ഞാൻ തന്നെ രാവിലെ വന്നതാണ്. അങ്ങനെ താങ്കൾ തന്നെ വന്നതാണ്, മറ്റാരും ഇല്ലാത്തതുകൊണ്ട്? ആരും ഇല്ലാത്തത് വന്നതാണ്. ആ യുവതിയും യുവാവും രണ്ടുപേരും ഹെൽമെറ്റ് ഉപയോഗിച്ച് അടിച്ചു. രണ്ടുപേരും അടിക്കാൻ നല്ല വ്യക്തമായിട്ട് വണ്ടിയിലെ ക്യാമറയിലും ഉണ്ട്, മറ്റേ യാത്രക്കാരെടുത്ത ക്യാമറയിലും ഉണ്ട്. 2 പേരും അടിച്ചിട്ടുണ്ട്. ആ ഭാര്യയും ഭർത്താവും അടിച്ചിട്ടുണ്ട്. താങ്കൾക്കെതിരെ ഇവർ പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു. സ്ത്രീയെ അസഭ്യം പറഞ്ഞിട്ടാണ്. ഞാനത് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരാണ് തെറി പറഞ്ഞെങ്കിൽ നീ എൻ്റെ വണ്ടിയിരിക്കുന്ന യാത്രക്കാരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് കൈ നീട്ടിയത് അവൻ ഹെൽമെറ്റ് അടിക്കുകയായിരുന്നു.
അതുമല്ല ഇതിൽ ബസ്സിലെ ക്യാമറ ഓഡിയോ റെക്കോർഡിംഗ് ഉള്ളതാണ്. അത് പരിശോധിച്ചാൽ അറിയാം. താങ്കൾ അറിയാൻ പറ്റും. ഞാൻ അതെല്ലാം എടുത്ത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. വെൻഡ്രൈവ് ആക്കി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെക്കോർഡിങ് മൊത്തം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം എടുത്ത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. പത്തനംതിട്ട ഹരിപ്പാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കടുകോയിക്കൽ എന്ന ബസ്സിലെ ഡ്രൈവർ ബേബിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനം ഓടിച്ചെത്തിയ യുവതിയും യുവാവും പിന്നീട് അതേ ബസ്സിനെ തന്നെ പിന്തുടർന്ന് ബസ് തടയുകയും ശേഷം ബസ് ഡ്രൈവറെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഹെൽമറ്റ് ഉപയോഗിച്ച് രണ്ടുപേരും, യുവതിയും യുവാവും ബസ് ഡ്രൈവറെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി ബസ്സിലെ CCTV ക്യാമറയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഇരുചക്ര വാഹന യാത്രികരായിട്ടുള്ള യുവതിക്കും യുവാവിനുമെതിരെ കരിയിലക്കുളങ്ങര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.